അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമാ. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയം നിറഞ്ഞ സ്നേഹാദരണീയരായ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും സൃഷ്ടിച്ച് പരിപാലിച്ച് ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്ന ഓരോന്നും അതതിൻ്റെ സമയത്ത് നൽകിയും നൽകാതിരിക്കേണ്ട സമയത്ത് നൽകാതിരുന്നും പടിപടിയായി നമ്മെ വളർത്തിക്കൊണ്ടുവരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിക്കുവാൻ നാം ഏവരും കടപ്പെട്ടവനാണെന്നും അതിന് അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നും ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനേക്കാളും സുന്ദരമായ ഒരു വേദിയിൽ നാളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗപ്പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കുമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെയായി സൂറത്തുൽ ഖുറൈശ് പഠിച്ചു അല്ലേ? ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാനുള്ളത് സൂറത്തുൽ ഫീലാണ്. പഠിച്ചതൊക്കെ ഓർമ്മയിലുണ്ടാവും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ തുടങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് സാന്ദർഭികമായിട്ട് എപ്പോഴെങ്കിലൊക്കെ നമുക്ക് പരസ്പരം ചോദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാം ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ ഫീൽ നമ്മൾ സൂറത്തുൽ ഖുറൈശ് പറയുമ്പോൾ തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, മക്ക കാലഘട്ടത്തിൽ അവതീർണമായിട്ടുള്ള സൂറത്താണ്. എത്രത്തോളം നമ്മൾ പറഞ്ഞു ഇത് രണ്ടും ഒരു സൂറത്താണോ എന്ന് പോലും ചില ആളുകൾ സംശയിച്ചു പോയ രംഗം ഉണ്ടായിട്ടുണ്ട് എന്ന്. കാരണം ഈ സൂറത്ത് അവസാനം ഫജഅലഹും കഅസ്ഫിൻ മഅകൂലിൻ ലിഇലാഫി ഖുറൈശ് എന്ന് പോലും ചിലർ പാരായണം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ഖുറൈശ് പറയുമ്പോൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഒരു സൂറത്തിൻ്റെ പേര് നമുക്കറിയാം, സൂറത്തുൽ ഫീൽ. സൂറത്തുൽ ഫീലിന് മറ്റൊരു പേര് കൂടി ഉണ്ട്, സൂറത്തു അലം തറ എന്നുകൂടി എന്തുണ്ട്, ഈ സൂറത്തിൻ്റെ പേരുണ്ട്. തുടങ്ങിയ ഭാഗം അലം തറ എന്നുകൂടി ഈ സൂറത്തിൻ്റെ പേരുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പ്രബോധനം ചെയ്ത് തുടക്ക കാലഘട്ടത്തിൽ അവതീർണമായിട്ടുള്ള ചില തഫ്സീറുകളിലൊക്കെ കാണാൻ സാധിക്കും, സൂറത്തുൽ കാഫിറൂനിന് ശേഷം അവതീർണമായ സൂറത്താണ് സൂറത്തുൽ ഫീൽ എന്ന് ചില തഫ്സീറുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇതിൽ കൃത്യമായി വിശദീകരിക്കുന്നത് ഹാദിസത്തുൽ ഫീൽ, അതായത് മക്കയിൽ കഅബ പൊളിക്കുവാൻ ഉണ്ടായിട്ടുള്ള ഒരു ശ്രമവും അതിൻ്റെ ഭാഗമായി നടന്ന സംഭവം, ആനക്കലഹം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. ആനക്കലഹമാണ് ഈ ഒരു സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. ഖുർആനിൽ ആകെ ഒരൊറ്റ തവണ മാത്രമേ ഈ ഒരു സംഭവം വിശദീകരിക്കുന്നുള്ളൂ, ഒരൊറ്റ തവണ മാത്രം. അതെന്തുകൊണ്ടായിരിക്കും? ആർക്കെങ്കിലും പറഞ്ഞു നോക്കാൻ കഴിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പല സംഭവങ്ങളും ഖുർആനിൽ ആവർത്തിച്ച് പറയാറുണ്ട് അല്ലേ? ഇപ്പം പ്രവാചകന്മാരുടെ ചരിത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു സ്ഥലത്ത് ചെറിയ രൂപത്തിൽ പറയും, മറ്റൊരിടത്ത് ഒന്നും വിശാലമാക്കി പറയും, ഒരു സ്ഥലത്ത് പറയാത്ത വേറെ സ്ഥലത്ത് പറയും അല്ലേ? ഇങ്ങനെ ഖുർആനിൽ ആവർത്തനങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ സൂറത്തുൽ ഫീൽ അതിൽ പറയുന്ന ആനക്കലഹ സംഭവം ഖുർആനിൽ ആകെ ഒരൊറ്റ തവണയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നുള്ളൂ. എന്തുകൊണ്ടായിരിക്കും അത്? പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഹാദിസത്തുൽ ഫീലിന് അല്ലെങ്കിൽ ആ ഒരു ആനക്കലഹ സംഭവത്തെ നിഷേധിക്കുന്നവരായിട്ട് ആരും മക്കത്ത് ഉണ്ടായിരുന്നില്ല. ഒരു വിഷയം നിഷേധിക്കുമ്പോഴാണല്ലോ അത് ആവർത്തിച്ച് പറയേണ്ടി വരിക. ആനക്കലഹ സംഭവത്തെ ആരും തന്നെ അവിടെ നിഷേധിക്കൂല. കാരണം മക്കയിലുള്ള ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് സുപരിചിതമായി അറിയാവുന്ന വിഷയമായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടന്നത്. എത്രത്തോളം കഴിഞ്ഞാൽ ആനക്കലഹം സംഭവിച്ചതിന് ശേഷം ആ വർഷത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വർഷം കണക്കാക്കുക പോലും ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളോട് ചോദിക്കുകയാണ് കൊറോണ അല്ലേ, കൊറോണൻ്റെ മുമ്പും കൊറോണൻ്റെ ശേഷം, കൊറോണ കഴിഞ്ഞിട്ട് എത്ര കൊല്ലമായി എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ 2000 നിങ്ങൾ കൂട്ടിയുണ്ട് പറഞ്ഞുതരും പറയില്ലേ? കാരണം എന്താ മറന്നോ? എന്താണ് 2020? എത്ര കൃത്യമായിട്ടാ കൊറോണ കഴിഞ്ഞിട്ട് 5 കൊല്ലം നമ്മളിപ്പോൾ വേണമെങ്കിൽ പറയും. ഇതിനേക്കാളും വളരെ കൃത്യമായിട്ട് മക്കാ മുശ്രിക്കുകൾക്ക് വളരെ വ്യക്തമായിട്ട് സുപരിചിതമായി അറിയാവുന്ന സംഭവമായിരുന്നു ആനക്കലഹ സംഭവം. ആർക്കും ഒരു സംശയമില്ല ഇനി. കാരണം അതിൻ്റെ ആധാറുകൾ, അതിൻ്റെ അനന്തരഫലങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പോലും ഉണ്ടായിരുന്നു എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് വിശദീകരിക്കുമ്പോൾ നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കക്കാർക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു ഈ ആനക്കല സംഭവം. ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹിൻ്റെ നിഅമത്തുകളിൽ, ഒരുപാട് നിഅമത്തുകളിൽപ്പെട്ട ചില നിഅമത്ത് നമ്മൾ സൂറത്ത് ഖുറൈശ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, ഓർമ്മയില്ലേ? അങ്ങേയറ്റം വിശപ്പിന് വഴിയില്ലാതെ മരുഭൂമിയിൽ ചെന്ന് കുടുംബത്തോടു കൂടിയിട്ട് മരണപ്പെട്ടിരുന്നതിൽ നിന്ന് സമ്പന്നതയുടെ ഉത്തുംഗതിയിലെത്തിയുടെ ചരിത്രം നമ്മൾ കഴിഞ്ഞ സൂറത്തുൽ ഖുറൈശ് വിശദീകരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എല്ലാ മക്കയിലുള്ള അല്ലെങ്കിൽ ഖുറൈശിലുള്ള അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ കച്ചവടത്തിൻ്റെ യാത്ര പോകുമ്പോൾ കൊള്ളസംഘത്തെയും മറ്റും ഭയപ്പെട്ടിട്ട് പോകുമ്പോൾ ഖുറൈശികൾ വളരെ നിർഭയരായിട്ട് പോയ രംഗം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പം അതേപോലെ അതിനേക്കാളൊക്കെ ഏറെ മഹത്വമുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിരുന്നു ഈ ഒരു ആനക്കലഹ സംഭവം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ ഓർമ്മപ്പെടുത്തിയിട്ട് മക്കാ മുശ്രിക്കുകളെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നുണ്ട്. അള്ളാഹു പവിത്രത കൽപ്പിച്ചതിന് നേരെ പ്രവർത്തിക്കുന്നവരെ അള്ളാഹ് നശിപ്പിച്ചതാണ് ആനക്കലഹ സംഭവം. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രത കൽപ്പിച്ച ഒന്നിന് നേരെ ആര് പ്രവർത്തിക്കുന്നുവെങ്കിലും അവർക്കൊരു വലിയ ശിക്ഷയുണ്ട്, അല്ലെങ്കിൽ അത് അവർ തകർക്കപ്പെടും എന്ന് കാണിക്കുന്ന സംഭവമാണ് ഇത് ആനക്കലഹ സംഭവം. അത് വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പവിത്രമായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിച്ചിട്ടുള്ള ആളുകൾ അവർക്ക് പവിത്രത ഉണ്ട്. ആ വിശ്വാസികൾക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇത് മക്കയിലെ ആദ്യ കാലഘട്ടം. താക്കീതാണ്, ഓർമ്മപ്പെടുത്തല. അള്ളാഹ് പവിത്രമാക്കിയതിന് നേരെ നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാനുള്ളതും എന്താണ്? നഷ്ടമാണ്, ശിക്ഷയാണ്, വരാനിരിക്കുന്നത് വലിയ വിനാശകരമായ കാര്യങ്ങളാണ് എന്ന് അള്ളാഹു വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരണമാണ് മക്കാ മുശ്രിക്കുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. സൂറത്ത് തൗബയിലെ 19-ാമത്തെ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അജഅൽതും സിഖായത്തൽ ഹാജ്ജി വ ഇമാറത്തൽ മസ്ജിദിൽ ഹറാം كمن آمن بالله واليوم الآخر وجاهد في سبيل الله لا يستوون عند الله والله لا يهدي القوم الظالمين. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അജഅൽതും സിഖായത്തൽ ഹാജ്ജി വ ഇമാറത്തൽ മസ്ജിദിൽ ഹറാം. ഈ രണ്ടും എന്താന്ന് നമ്മൾ കഴിഞ്ഞ സൂറത്ത് പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. സിഖായത്തുൽ ഹാജ്ജ്, ഇമാറത്തുൽ മസ്ജിദിൽ ഹറാം. ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്ന അവസ്ഥ, തീർത്ഥാടകർ, ഹജ്ജ് തീർത്ഥാടകർക്ക് കുടിക്കാനുള്ള കൊടുക്കുന്നത്. അതുപോലെ തന്നെ മസ്ജിദുൽ ഹറമിൻ്റെ പരിപാലനം ഇതാരുടെ കയ്യിലായിരുന്നു? ഖുറൈശികളുടെ. നമ്മൾ ഖുറൈശികളെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് ചോദിക്കുകയാണ്, ആ ആളുകൾ, അതായത് ഹജ്ജ് തീർത്ഥാടകർക്ക് കുടിക്കുവാനുള്ള അവസരം ഒരുക്കുന്നവരും മസ്ജിദുൽ ഹറമിനെ പരിപാലിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ അവരാണോ? അതല്ല. കമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വജാഹദ ഫീ സബീലില്ലാഹ്. അവരെപ്പോലെയാണോ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അന്ത്യദിനത്തിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളുകൾ? ചോദിക്കുകയാണ്, ഓരെപ്പോലെയാണോ? നിങ്ങൾ വെള്ളം കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ കഅബയുടെ ഹറമിൻ്റെ പരിപാലകരാണ്, ഇവർ രണ്ടും ഒരുപോലെയാണോ? ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. സ്ഥാനം കൂടുതലായിരിക്കാം
വിശ്വാസികൾക്ക്. അതാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്. നിങ്ങൾ വിചാരിക്കുന്ന ഏറ്റവും നല്ല പുണ്യകരമായിട്ടുള്ള കർമ്മങ്ങളാണ്. ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഹറമിന്റെ പരിപാലനം ഉണ്ട്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ലാ യസ്തവൂന ഇൻദല്ലാഹ്, അള്ളാഹിന്റെ അടുക്കൽ അത് സമാവൂല. ഏത് നിങ്ങളത് ചെയ്യുന്നുണ്ട്, എന്നാൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ വിശ്വാസവും അതുപോലെ തന്നെ പ്രവാചകനിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും അന്ത്യനിരത്തിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും അള്ളാഹിൻ്റെ മാർഗത്തിൽ സ്വന്തം ജീവനും സമ്പത്തും അതുപോലെ തന്നെ ശരീരവും ഒക്കെയും തന്നെ നൽകാൻ തയ്യാറാവുകയും ചെയ്തിട്ടുള്ള ആളുകൾ, ഇവർ രണ്ടുപേരും ഒരുപോലല്ല. അള്ളാഹു വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്താം. അപ്പോൾ ഇവിടെ ഓർമ്മപ്പെടുത്തിയത് എന്താ വെച്ചാൽ മക്ക മുസ്ലിമായിട്ടുള്ള ആൾക്കാരോട് പറയണം, നിങ്ങൾ ഇങ്ങനെ കുറേ നന്മകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ എങ്കിൽ കൂടി അള്ളാഹിൻ്റെ അടുക്കൽ പവിത്രത ആർക്കാ? വിശ്വാസികൾക്ക്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർക്ക്, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവർക്ക്, അതനുസരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്താം. നമുക്കിതിലേക്ക് വരാം. ഹാദിസത്തുൽ ഫീൽ, ഈ ഒരു ആനക്കലഹ സംഭവം ഉണ്ടാകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ജനിച്ചിട്ടില്ല. ഏകദേശം ക്രിസ്താബ്ദം 570, വ്യത്യസ്തൊരു അഭിപ്രായം കൂടി ഉണ്ട്, നമ്മൾ പറയാം. ക്രിസ്താബ്ദം 570 ഫെബ്രുവരി മാസത്തിലാണ് ആനക്കലഹ സംഭവം ഉണ്ടായത് എന്നും അത് കഴിഞ്ഞ് 50 ദിവസത്തിന് ശേഷമാണ് പ്രവാചകൻ ജനിച്ചത് എന്നുമെന്നുള്ള ചില റിവായത്തുകൾ കാണാൻ സാധിക്കും. എന്നാൽ മറ്റൊരു റിവായത്ത് കൂടി കടന്ന് നമുക്ക് സാധാരണ 571 ഏപ്രിൽ 2-നാണെന്നും മുഹറമിലാണിത് സംഭവിച്ചതെന്നും റബീഉൽ അവ്വലിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്നുള്ളൊരു അഭിപ്രായം വേറെയും കാണാൻ സാധിക്കും. ഏതായാലും വല്ലാഹു തആല അഅലം. ഏതായാലും അങ്ങനെ ഒരു സംഭവത്തിൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ടുള്ളത് ആനക്കലഹം 1-ാം വർഷമാണെന്നുള്ളത് അഭിപ്രായ ഭിന്നതല്ലേ, 2 കൂടി. അപ്പോൾ ജനിച്ചത് എന്ന് എന്നുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം എന്ന് എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായമുള്ളതാണ് എന്നുകൂടി ഇതിൻ്റെ സാന്ദർഭികമായിട്ട് നമുക്കതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളതാണ്. അതായത് ആനക്കലഹം സംഭവിച്ച ശേഷം നമ്മൾ പറഞ്ഞു, പിന്നെ ആനക്കലഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു, മക്കാ മുശ്രിക്കുകൾ അല്ലെങ്കിൽ അവർ മക്കക്കാരായിട്ടുള്ള ആളുകളൊക്കെ വർഷം കണക്കാക്കുന്ന അവസ്ഥ ഉണ്ടായി. അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ പറയുന്ന ഹിജ്റ വർഷം എത്രയാണ്? ഇത് ഹിജ്റ വർഷം, മാസം ഡേറ്റ് കൃത്യമായിട്ട് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും വേണ്ടില്ല. എന്താ ഹിജ്റ വർഷം? 1447. ബറക്കല്ലാഹു ഫീക്കും. കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 1447 മാസം ഏതാണെന്നറിയാം? റബീഉൽ അവ്വൽ പിറന്നില്ലേ? ആ, ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് ഇതുള്ളതുകൊണ്ട് റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞുകൊണ്ട് പല ആൾക്കാർക്ക് ഒരുപക്ഷെ കൂടുതൽ അറിയാനുള്ള ചാൻസുകളൊക്കെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് നടക്കട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഈ ഒരു കലണ്ടർ നിശ്ചയിച്ചത് ഏത് മുതലാണ്? ഹിജ്റ വർഷം മുതലാണ്. ഈ ഹിജ്റ വർഷത്തിൽ കലണ്ടർ ഉണ്ടാക്കിയത് ഏത് കാലഘട്ടത്തിലാണ്? ആരുടെ കാലഘട്ടത്തിലായിരുന്നു ഹിജ്റയെ കണക്കാക്കിക്കൊണ്ടൊരു കലണ്ടർ കൊണ്ടുവന്ന്? ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ് ഹിജ്റയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്ത് ചെയ്തത്, കലണ്ടർ ദിവസം എണ്ണി തുടങ്ങുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ഇതുപോലെ പല സംഭവങ്ങൾ അതിനടിസ്ഥാനമാക്കാന്നുള്ള ചർച്ചകൾ വന്നു. പക്ഷെ അവസാനം പറഞ്ഞു, എല്ലാം ഇസ്ലാമിൻ്റെ ഒരു വലിയൊരു വളർച്ച സംഭവിച്ചത് ഹിജ്റയ്ക്ക് ശേഷം. അതുകൊണ്ട് ഹിജ്റ മുതൽ എന്ത് ചെയ്തു, കലണ്ടർ എണ്ണിത്തുടങ്ങി. അത് ആ ഒരു എണ്ണിത്തുടങ്ങിയത് ആര് കാലഘട്ടത്തിലാണ്? ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഏതായാലും ഇതാണ് ഇതിൻ്റെ തുടക്കം. ഇനി ആനക്കലഹ സംഭവത്തിൻ്റെ ഒരു ചുരുക്കം നമ്മൾ പറഞ്ഞിട്ട് അതിൻ്റെ ആദ്യം ചുരുക്കം ഒന്ന് പറയാം, എന്നിട്ട് പാരായണം ചെയ്ത ശേഷം വിശാലമായിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. അതിൻ്റെ ചുരുക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആനക്കലഹം സംഭവിക്കുന്നത് യമനിൽ നിന്നുള്ള അബ്രഹത്ത് എന്ന് പറയുന്ന ഒരു അബിസീനിയ, അതായത് അബിസീനിയ അല്ലെങ്കിൽ എത്യോപ്യ, ഹബിഷ എന്നൊക്കെ അതിന് പേര് കാണാൻ സാധിക്കും. അവിടുത്തെ നജ്ജാഷിയാൽ നിയമിതനായിട്ടുള്ളൊരു സേനാനായകനാണ് അബ്രഹത്ത്. നജ്ജാഷിയുടെ കീഴിലാണ്, അതായത് അബ്സീനിയയുടെ കീഴിലാണ് യമന്. ഇതിൽ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നജ്ജാഷിയാൽ നിയമിതനായിട്ടുള്ള സേനാനായകനായിട്ടുള്ള അബ്രഹത്ത് കഅബ പൊളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. 60,000 ആൾപ്പടയുണ്ട്, കൂടെ ആനകളുണ്ട്. 9 11 അഭിപ്രായങ്ങൾ നമ്മൾ വിശദമായിട്ട് വിശദീകരിക്കും, നമുക്ക് പറയാം. അപ്പോൾ കഅബ പൊളിക്കുവാനുള്ള ഉദ്ദേശത്തോടു കൂടി ചില സംഭവങ്ങൾക്ക് ശേഷം, അതിന് കാരണങ്ങളുണ്ട്, നമുക്ക് വിശദീകരിക്കാം. ചില സംഭവങ്ങൾക്ക് ശേഷം കഅബ പൊളിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇറങ്ങിത്തിരിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഘത്തെ നശിപ്പിക്കുകയും ചെയ്തതാണ്
ഈ ഒരു ആനക്കലഹ സമ്പത്തിൻ്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാരായണം ചെയ്ത ശേഷം ഇനി അതിൻ്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ശേഷം ഓതുമല്ലോ അല്ലേ. വളരെ ചെറിയ സൂറത്താണ്. എത്ര ആയത്തുണ്ട്? 5 ആയത്തുകളേ ഉള്ളൂ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഉഷാറായിട്ട് ഓതട്ടോ. ഖുർആൻ ഓതാണ്, ഒരു പേടിയും പേടിക്കണ്ട. റബ്ബിൻ്റെ മലക്കുകൾ ഇങ്ങനെ രേഖപ്പെടുത്തുന്ന സമയമാണ്, അങ്ങനത്തെ സദസ്സാണ്. ഖുർആനാണ് പഠിക്കുന്നത്. ദീൻ പഠിക്കാൻ തന്നെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരുപാട് റഹ്മത്തുകൾ ചൊരിയുന്ന, മാത്രമല്ല ഒരുപാട് മലക്കുകൾ ഇവിടെ ഉണ്ടാവും. പ്രൗഢഗംഭീരമായ ഒരു സദസ്സ് അത്. ശരിക്ക് പ്രൗഢഗംഭീരമായ സദസ്സ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഖുർആനിലൂടെയും സുന്നത്തുകളിലൂടെയും മലക്കുകളെക്കുറിച്ച് പറയുന്നിടത്ത് പണ്ഡിതന്മാർ അതൊക്കെ വെച്ചിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഓരോ മനുഷ്യൻ്റെ കൂടെയും 5ഓളം മലക്കുകൾ ഉണ്ടാവുന്ന, ഓരോ മനുഷ്യന്മാരെ കൂടിയും 5ഓളം മലക്കുകളുണ്ടാവും. റക്കീബും അതീദും പോലുള്ള ആ വിശേഷണങ്ങളുള്ള രേഖപ്പെടുത്തുന്നവരായിട്ടുള്ള, അതുപോലെ തന്നെ ഹഫ്ളത്തിൻ്റെ മലക്കുകൾ മുന്നിലും പിന്നിലുമായിട്ട് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, അതിൻ്റെയും പുറമെ ഒരു കരീനായിട്ട്, അങ്ങനെ 5ഓളം മലക്കുകൾ നമ്മൾ ഓരോരുത്തരെ കൂടിയുണ്ട്. പിന്നെ ദീനിൻ്റെ സദസ്സാണ്, ഖുർആൻ പഠിക്കുന്ന സദസ്സാണ്. മലക്കുകൾ എന്ത് ചെയ്യും? മൂടുന്നാണ്, അവരെ പൊതിയുന്നൊക്കെയാണ് അല്ലാഹു പ്രവാചക ഹദീസുകളിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ മുസാഫിറുകളായിട്ടുള്ള, യാത്രക്കാരായിട്ടുള്ള ചില മലക്കുകൾ ഉണ്ടാവുന്ന, ഓരിങ്ങനെ ഇൽമിൻ്റെ സദസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ അവിടേക്ക് കയറി വരുന്ന. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മളുള്ളതിനേക്കാളും ഒരുപാട് മടങ്ങ് മലക്കുകൾ ഇതിൻ്റെ ചുറ്റും ഉണ്ടാവും. അപ്പം നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നതും ഇത് രേഖപ്പെടുത്താനുള്ള അത്രയും ഉന്മേഷത്തോട് കൂടിയിട്ട് നമ്മൾ ശരിക്കും ഇരിക്കണം. കാരണം ആ മലക്കില്ല എന്ന് വിശ്വസിച്ചുള്ള പ്രശ്നം എന്താ അല്ലേ? എന്താ പ്രശ്നമുണ്ടോ? ഇല്ലേ? അല്ല, മലക്കുകൾ ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഹദീസിൻ്റെയും ഇതിൻ്റെ തെളിവിലാണ് പറഞ്ഞത്. മലക്കുകൾ ഇത്രയും മലക്കുകൾ ഇവിടെ ഉണ്ടാവുന്നു. അതിൽ നമ്മൾ വിശ്വസിക്കുന്നില്ലേ? നമ്മൾ തള്ളുകാണിച്ചുള്ള പ്രശ്നം എന്താ? പ്രശ്നമുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഈമാൻ കാര്യങ്ങളൊന്നും എണ്ണി നോക്കി. എന്താ? ഒന്നാമത്തെ അള്ളാഹുള്ള വിശ്വാസം. 2 ആ മലക്കുകളുടെ വിശ്വാസം ഉറപ്പിക്കണം ചെയ്യൽ 4ഓളം വാർത്തകളുണ്ട്. അതിലുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന മലക്കുകളെ കുറിച്ചിട്ട് വിശ്വാസം ഉണ്ടാവുക. സംശയമില്ലാതെ വിശ്വസിക്കുക എന്നാ പറഞ്ഞത്. സംശയം മലക്കുകൾ ഉണ്ട് എന്നുള്ളതിൽ സംശയം ലെവലേശം വരാൻ പാടില്ല. നമ്മൾ കണ്ടിട്ടൊന്നുമില്ലല്ലോ, എവിടെ ഇപ്പം മലക്ക് അല്ലേ? പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മളെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അല്ലെങ്കിൽ വിശ്വാസമാണ് എന്ത് ചെയ്യുക? തകരുക, കുഫ്റാണ് വരിക. ഓക്കെ, അപ്പം അത്രയും ഇതാണ്. അപ്പം അത്രയും വലിയൊരു സദസ്സാണ്. ശരിക്കും മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ പാരായണം ചെയ്യാം. ഒന്നും കൂടി ഷാറാട്ടെ, ഒന്നും കൂടി പിശാചാണ്ട് പോയിക്കോട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ഇനി ഓരോ ആയത്തും പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്കൊന്നുകൂടി ഒന്ന്. അലം തറ, അലം തറ അല്ല, റായും അല്ല, ഇങ്ങോട്ട് ഒന്നായിട്ട് തകി റോ എന്ന് പറയും വേണ്ട. ഓക്കെ, അലം തറ കൈഫ, ക ഐഫ അല്ല ക, അത് നമ്മൾ പൊതുവെ കിട്ടും. നമുക്ക് കാണ് പ്രശ്നം വരിക അല്ലേ? ആ, അലം തറ കൈഫ ഫഅല, ഐന് ഫഅല നമ്മളെ തൊണ്ടൻ്റെ നടുവെന്ന് ഇങ്ങോട്ട് വരണം അല്ലേ? തൊണ്ടൻ്റെ നടുവെന്ന് ഇവിടെ ഇങ്ങനെ വിരലിച്ചിട്ട് ആ എന്ന് പറയുമ്പോൾ ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവും. അപ്പം ഫഅല റബ്ബുക, റബ്ബുക ബി അസ് സ, സ സീനല്ല, സ അല്ല, ബി അസ്ഹാബിലല്ല, ഹായു അല്ല, ഹ. നമ്മൾ ആ വന്ന അതേ സ്ഥലത്ത് നിന്ന് ഹ, ആ
രണ്ടും ഒരേ സ്ഥലം, രണ്ടും ഒരേ സ്ഥലത്ത് നിന്നുള്ള മഖ്റജതാണ്. അപ്പോൾ ശരിക്കും ആ രൂപത്തിൽ അസ്ഹാബിൽ ഫീൽ എന്നൊരു ചോദ്യമൊക്കെ അല്ലേ. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അടുത്ത് പാരായണം ചെയ്യുമ്പോൾ അലം യജ്അൽ, യജ്അൽ ഐന് വീണ്ടും ശ്രദ്ധിക്കണം. യജ് ജ് യജ്അൽ അല്ല, യജ് യജ്അൽ. കൈദഹും, കൈദഹും ഫീ തദ്, കുറച്ച് ശ്രദ്ധിച്ചാലേ കിട്ടുള്ളൂ. ദ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ നാവിൻ്റെ ഈ ഒരു അരു ഇടതുഭാഗത്തേക്ക് ഇങ്ങനെ നമ്മളെ പല്ലിൻ്റെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വരും. ദ അതാണ് ദ. തദ്ലീൽ. ഓക്കെ, ശേഷം നോതൂലേ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. വഅർസല, അർസല അലൈഹിം, അലൈഹിം ഐന് ശ്രദ്ധിക്കണം. അലൈഹിം തൈറൻ അബാബി, തൈറൻ റൻ അവിടെ വെളിവാണോ, തൈറൻ അബാബിലല്ല, തൈറൻ അബാബിൽ. ഒന്നുകൂടി വഅർസല അലൈഹിം തൈറൻ അബാബിൽ. പിന്നെ തർമീഹിം, തർമീഹിം ബിഹിജാറത്തിൻ. പലപ്പോഴും തെറ്റിക്കുന്ന ഭാഗമായിട്ട് അത് ബിഹിജാറത്തല്ല, ശ്രദ്ധിച്ചോളേ, ബിഹിജാറത്തിൻ അല്ല, ബിഹിജാറത്തിൻ. ബി ഹി ആണ്, ഹാഇൻ്റെ ഹർക്കത്ത് കെസ്റാണ്. പലപ്പോഴും നമ്മൾ പണ്ടാ പഠിച്ച ചില ആൾക്കാരൊക്കെ എന്താ വെച്ചാൽ അങ്ങനെ ഊതി മാറിയിട്ടായിട്ട് എന്ത് ചെയ്യും, ബിഹിജാറത്തിൻ അല്ലേ. നിങ്ങളൊന്ന് ഒറ്റക്ക് സ്വകാര്യമായിട്ട് ഓതിയാൽ മതി, വേറെ ആരും കേൾക്കണ്ട. ചില ആൾക്കാർ ക്ലിയർ ആക്കി ഉണ്ടാവും കേട്ടോ. ചില ആൾക്കാർ ചിലപ്പോൾ എന്ത് ചെയ്യും, തർമീഹിം ഇങ്ങനെ അങ്ങനെ സ്പീഡിൽ അങ്ങനെ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തൈറൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ, ബിഹിജാറത്തിൻ, ബിഹിജാറത്തിൻ. ശ്രദ്ധിച്ചോളി, ബിഹിജാറത്തിൻ എന്നാണ്, ഹാഇനെ സുക്കൂനാക്കിയിട്ടുണ്ട് ഓതും. ബി ഹിജാറത്തിൻ രണ്ട് വാക്ക. ബി കൊണ്ട്, ഹിജാറത്ത് കല്ലുകൾ, കല്ലുകൾ കൊണ്ടാണ്. ആ ബിഹിജാറത്തായി കഴിഞ്ഞാലോ മാറിപ്പോയി, അങ്ങനൊരു വാക്കില്ല. അപ്പോൾ ശരിക്കും നമ്മൾ ആ ഭാഗം ശ്രദ്ധിക്കണം. ബി ഹിജാറത്തിൻ, തർമീഹിം ബി ഹിജാറത്തിൻ. ശ്രദ്ധിക്കണേ, ഇനി അത് തെറ്റി വരരുത്. പിന്നെ അടുത്ത് ബി ഹിജാറത്തിൻ, ആ മീമിന് ശബ്ദമുണ്ട്, അപ്പം മണിച്ച് പറഞ്ഞ മ്യൂസിജീൽ അവ്യക്താക്കി മണിക്കണം. ഓതല്ലേ? ഓക്കെ, ശരി. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമ്മൾ ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സുകൾ നമ്മൾ ബാക്കി ക്ലിയർ ആക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു ഇരുത്തവും പഠനങ്ങളുമൊക്കെ സ്വാലിഹായ അമലുകളായി സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ യഥാർത്ഥ ഖുർആനും സുന്നത്തും അനുസരിച്ച് യഥാർത്ഥ മുഅ്മിനുകളും മുവഹിദുകളുമായിക്കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അല്ലാഹുവേ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീക്ക്, മഹത്തായ ആ ഒരു നിൻ്റെ നിഅമത്ത് അനുഗ്രഹം ഞങ്ങൾക്ക് നീ ചൊരിയണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم انصر إخواننا في فلسطين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.